കർഷകരുടെ കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടു. കർഷകർ വന്യജീവി ശല്യം കൊണ്ട് ദുരിതത്തിലാണെന്നും കാലഹരണപ്പെട്ട വനനിയമം പരിഷ്കരിക്കണമെന്നും കേരള കോൺഗ്രസ് നേതാവ് അബു ജോസഫ് ആവശ്യപ്പെട്ടു. അടുത്ത നിയമസഭയിൽ MLA മാർ ഇക്കാര്യം ഉന്നയിക്കുമെന്നും അബു ജോസഫ് 24നോട്. ഇപ്പം നിലവിലുള്ള കാർഷിക ലോണുകൾക്കെല്ലാം ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നുള്ള വലിയ ആവശ്യം കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വയ്ക്കുകയാണ്. അത് അസംബ്ലിയിൽ പാർട്ടിയുടെ MLA മാർ താമസിയാതെ തന്നെ ആ ഒരു വിഷയം അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. വനമേഖലയ്ക്ക് താങ്ങാവുന്നതിലേക്ക് കൂടുതൽ വന്യജീവികൾ നമ്മുടെ വനമേഖലയാണ്. അതുകൊണ്ടാണ് ഇതിപ്പം നമ്മുടെ ഈ മനുഷ്യവാസ മേഖലയിലേക്ക് ഇത് കടന്നു വരുന്നത്. കാലഹരണപ്പെട്ട വന നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതി ഇപ്പോഴത്തെ ഈ 2024 എന്ന വർഷത്തിന് അല്ലെങ്കിൽ ഈ 2000 ആണ്ടുകളുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ കാലത്തിനോടൊപ്പം മാറണം. അപ്പം മാറി ചിന്തിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. ഇനി രാഹുൽ സുരേഷ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. SKN തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ കാർഷിക വിഷയങ്ങളിൽ, കർഷകരുടെ വിഷയങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. ഇതിന്റെ മുന്നോടിയായാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായിട്ടുള്ള അബു ജോസഫിന്റെ ഒരു പ്രതികരണം പുറത്തു വരുന്നത്. അതായത് കർഷകർ എടുത്തിട്ടുള്ള കടങ്ങൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പറയുന്നത്. ഈ വിഷയം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ MLA മാർ സഭയിൽ ഉന്നയിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊരു വിഷയം, ഈ ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരികയാണ്. ഇതിന് കാരണം ഓരോ ദിവസവും വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. ഈ എണ്ണം പരിമിതപ്പെടുത്തണമെങ്കിൽ ഈ വന്യജീവികളെ കൊല്ലണം എന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പറയുന്നത്. അതുമാത്രമല്ല, ഈ കൊല്ലുന്ന വന്യജീവികളുടെ ഇറച്ചി, മാംസം അത് സ്റ്റോളുകൾ ആരംഭിച്ച് ഈ സ്റ്റോളുകൾ വഴി വിൽപ്പന നടത്തണമെന്ന് കൂടി കേരള കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പറയുന്നു. ഈ സംഭവം എങ്ങനെ വരും ദിവസങ്ങളിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം വിവാദമാകാനും സാധ്യതയുണ്ട്. കാരണം വന്യജീവികളെ കൊല്ലുന്നത് തന്നെ ഒരു വിഭാഗം എതിർക്കുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ കൊല്ലുന്ന വന്യജീവികളെ അതിൻ്റെ ഇറച്ചി ഈ സ്റ്റോളുകൾ വഴി വിൽപ്പന നടത്തണമെന്ന കാര്യം കൂടി കേരള കോൺഗ്രസ് പറയുന്നത്. എന്താണെങ്കിലും 24നോടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായിട്ടുള്ള അബു ജോസഫ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. SK. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.